ഹാ, മുന്നേ കയ്യും വീശി പുറത്തു പോയിരുന്ന ഞാനാ. ഇപ്പൊ ഡയപ്പറും വെറ്റ് വൈപ്സും ഹോട്ട് വാട്ടറും ആൽക്കഹോൾ വൈപ്സും ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങുന്ന ചിന്തിക്കാൻ പറ്റില്ല. ഇതൊന്നും എനിക്കല്ലാട്ടോ, യുവി ബോയ്ക്കാണ്. ഇന്ന് അവന് ഇവിടെ എംബസിയിൽ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന് നമുക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ബാഗ് റെഡിയായ സ്ഥിതിക്ക് ഇനി അവനെ ഒന്ന് റെഡിയാക്കാം. ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രയോറിറ്റീസ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്റെ ചമഞ്ഞൊരുങ്ങലാണ്. ഇതെന്റെ പുതിയ കോഡ് സെറ്റാ. എങ്ങനെയുണ്ട്? കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്കിന്നൊരു ജീൻസ് ഇട്ടാലോ? അങ്ങനെ മുമ്പത്തെ എല്ലാ ജീൻസും ഇപ്പൊ പാകമൊന്നുമല്ല. ഇനി കുറച്ച് കഴിഞ്ഞ് ഡയറ്റിംഗ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ജിമ്മിലൊക്കെ ഒന്ന് പോയി ആ ജീൻസ് ഒക്കെ ഒന്ന് പാകാക്കി എടുക്കണം. ഈ ജീൻസ് നമ്മൾ H&M എടുത്താട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ വൈഡ് ലെഗ്സും ആണ്. ഒപ്പം നമുക്ക് വൈറ്റ് ഷർട്ടിൽ ഗോൾഡൻ ലൈൻസ് വരുന്ന ഒരു ഷർട്ട് പെയർ ചെയ്യാം. ഇനി കുറച്ച് ലിപ്സ്റ്റിക്കിലും ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യുന്നതോടും കൂടെ മേക്കപ്പ് പരിപാടി അവസാനിപ്പിക്കാം. ഇന്ന് തലവേദന ഒരു വിഷയമാണ്. ഈ സമ്മറിൽ മാത്രം മൈഗ്രെയിൻ വരുന്ന ഒരു അസുഖമുണ്ട് എനിക്ക്. വെരി ഇറിറ്റേറ്റിംഗ്. ഇതിന്റെ ഒപ്പം നമുക്ക് നമ്മുടെ പച്ച വാച്ചും കൂടെ കെട്ടാട്ടോ. അമ്മയൊക്കെ ആയതല്ലേ, ഇനി ഒരു മെച്യൂരിറ്റിക്ക് വേണ്ടി ഒരു കണ്ണടിയും കൂടെ വെക്കാം. ഓ പെർഫെക്റ്റ്. ഓക്കെ, ഇനി എന്തിനാന്നറിയില്ലെങ്കിലും ഈ ഒരു കാലി ബാഗും കൂടെ എടുക്കാം. ഷോ നമ്മൾ കുറയ്ക്കരുതല്ലോ. ഇനി പ്രൊജക്ട് നമ്പർ 2, ഈ കാർ സീറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് കാറിലെത്തിക്കുക. ഇന്ന് 2 മണിക്കൂർ നേരത്തെ തുടങ്ങിയെങ്കിലും ഇന്നും അത് സംഭവിച്ചു. നമ്മൾ വീണ്ടും ലേറ്റ് ആയിരിക്കുന്നു. ഷൂവും സോക്സും ഒക്കെ പെറുക്കിയെടുത്ത് കാറിലോട്ട് ഒരു ഓട്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. ഇനി ഞങ്ങൾ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ട് വരാം. ഈ സ്ട്രോളറിങ്ങനെ ഉന്തി നടക്കുന്നത് ഒരു പ്രത്യേക ഫീലാട്ടോ. ഭയങ്കര റെസ്പോൺസിബിൾ ഒക്കെ ആയതുപോലെ.